ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ ട്രെസ്ലെച്ചസ് കേക്ക് എന്നും 3 മിൽക്ക് കേക്ക് എന്നും മിൽക്ക് കേക്ക് എന്നും 3 മിൽക്ക് പുഡിംഗ് എന്നൊക്കെ പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വാനില സ്പോഞ്ച് കേക്ക് തന്നെയാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനെ ഞാൻ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇതുപോലെ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബീറ്ററിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനിലഎസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റോളം നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മളിവിടെ ഇത് ബീറ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ബീറ്റർ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആ നേരത്തെ അരിച്ച് വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ഡ്രോപ്പ് പിസ്ത എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ ഒരു കളറിന് വേണ്ടി ഒന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ, ആ പിസ്ത കളർ ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ കുക്കറിലോട്ട് ഞാൻ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കുക്കർ ഫുൾ തൂത്ത് കൊടുത്തിട്ടാണ് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഒരു പാൻ്റെ പുറത്ത് വേണം ഈ കുക്കർ വെക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 30 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ടാണ് കേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മിൽക്ക് റെഡിയാക്കാം. ആയി നമുക്കൊരു ബൗളിലോട്ട് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. പാല് ഞാൻ ചൂടാക്കിയ പാലാണ്, ചൂടാക്കി ആറിയതിന് ശേഷമാണ് ഈ പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കേക്കിലോട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടും ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിൽക്ക് മിക്സ് ഇതിൻ്റെ പൊക്കത്തോട്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അവിടെ നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം ഇത്. അപ്പോൾ ഇതേ മിൽക്ക് മിക്സിൻ്റെ 3/4 ഭാഗം നമ്മൾ ഈ കേക്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഞാനത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ചെറിയൊരു ഡിസൈൻ ഇതുപോലെ കൊടുക്കണം. സ്റ്റാർ നോസിൽ ഉപയോഗിച്ചാണ് ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ഇതുപോലെ ഇത് മൊത്തം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ബാക്കി വന്ന ആ മിൽക്ക് മിക്സും കൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.